അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഹാദിയുടെ കൂടെ സിസ്റ്ററെ വിളിക്കുന്നത് കേട്ട് ഹാദിയുടെ ഉമ്മയും ഉപ്പയും ഉസ്താദുമാരും അപ്പോൾ തന്നെ നേരെ ആ ഡോറിനടുത്തേക്ക് ചെന്നു. ഹാദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള അത്ര കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൈകൾക്കൊക്കെ ചെറുതായിട്ടൊരു പൊട്ടലൊക്കെ ഏറ്റിട്ടുണ്ട്. കൈയിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു ഇതാണ്. പിന്നെ തലക്ക് കാര്യമായിട്ട് പരിക്കൊന്നുമില്ല, അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊക്കെ ഉള്ളൂ. ഇപ്പോൾ കുട്ടി ആരൊക്കെ കാണണം എന്നൊക്കെ ചോദിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. സിസ്റ്ററുടെ വാക്ക് കേട്ട് ഉമ്മ കരഞ്ഞു പോയി. റബ്ബേ, എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? കരയല്ലേ. അങ്ങനെ അതാ ഉമ്മയും ഉപ്പയും അവളുടെ അരികിലേക്ക് വന്നു. മോളെ മോളെ ഹാദി. ഉമ്മ, ഉപ്പ. മോളെ, ഉമ്മൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? എങ്ങനെ ആക്സിഡൻ്റ് ആയത്? അറിയില്ലമ്മ. ഒരു ലോറി എൻ്റെ പിന്നാലെ വന്നിട്ട് കുറേ സമയം ഞാൻ എൻ്റെ വഴി തിരിച്ചു വിട്ടു. എന്നിട്ടോ? മോളെ, നിനക്ക് അറിയോ? നീ കണ്ടോ ആളെങ്ങാനോ? ഇല്ലമ്മ. സാരമില്ലമ്മ, പഠിച്ച റബ്ബിൻ്റെ വിധിയല്ലേ. എന്നാലും ഇതുകൊണ്ട് കഴിഞ്ഞല്ലോ. പഠിച്ചോനെ, എൻ്റെ മോളുടെ കൈകൾക്ക് എന്താ പറ്റിയത്? പെട്ടെന്ന് ഡോക്ടർ അങ്ങോട്ട് വന്നു. നിങ്ങൾ ഹാദിയുടെ പേരൻസ് ആണോ? കുട്ടിയുടെ കൈയിന് കാര്യമായിട്ടൊന്ന് നല്ല രീതിയിൽ ഇത് പറ്റിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അത് കുറച്ചൊക്കെ നമുക്ക് നോക്കാം. അതിപ്പോൾ തൽക്കാലം ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ തൽക്കാലം കയ്യിന് സ്വാധീനത്തിൻ്റെ കാര്യം അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ പ്രത്യേക സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അല്ലാ, എൻ്റെ കുട്ടി. പിന്നെ ഈ ഇടതുകാലിന് അത് കുറച്ചൊന്ന് കാരണം അത്രക്കും ആ ഒരു ശക്തമായ ഇടയിൽ ഇങ്ങനെ മറിഞ്ഞതിൽ എന്താ അറിയില്ല, ഈ കാലിന് ഇവിടെ ഒരു സ്ക്രാച്ച് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലൊക്കെ റെഡിയാവും. കുറച്ച് സാവകാശം പിടിക്കുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ ജീവൻ തിരിച്ച് കിട്ടിയല്ലോ. തലക്കൊന്നും വല്ലാതെ കംപ്ലൈൻറ്റ് പറ്റുക, കാരണം ആക്സിഡൻറ്റ് പറ്റിയതിന് തലക്കാണ് ഏൽക്കുക. തലയുടെ തലച്ചോറിനൊക്കെ ക്ഷതമേറ്റ് കഴിഞ്ഞാൽ പിന്നെ കയ്യിനും കാലിനും ഇപ്പോൾ എന്തൊക്കെ തന്നെ തട്ടിയാലും മുട്ടിയാലും നമുക്ക് നടക്കാനും ഇതൊക്കെ ബുദ്ധിമുട്ട് തന്നെ ആണെങ്കിൽ കൂടിയിട്ട് ജീവൻ നമുക്ക് ഉണ്ടാവും. അപ്പോൾ തലക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ബോധം നഷ്ടമാകും. അത് അത്ര അങ്ങോട്ട് അത് അവളെ പേടിച്ചിട്ടുള്ള ഒരു ഷോക്കിൽ അവൾക്ക് ബോധം നഷ്ടമായതാണ്. തലക്ക് കുഴപ്പമൊന്നുമില്ല. കയ്യിനും കാലിനും ചെറുതായിട്ടൊരു ഇടത് കാലിനും ഈ ഒരു ഇടത് കയ്യിനുമാണ്. കാരണം ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മറിഞ്ഞ സമയത്ത് അത് ഒന്നായിട്ട് എന്തോ അങ്ങനെ എന്താ തോന്നുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും നിങ്ങൾക്ക് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ. കാരണം ഓവർടേക്ക് ചെയ്തത് ഒന്നുമല്ല എന്നാണ് പറഞ്ഞത്. ഇവളുടെ പിന്നിൽ വന്ന് ഇടിച്ചതാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ആ ഭാഗത്ത് ക്യാമറ കാര്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് അപ്പുറത്ത് നിന്ന് ഇവരിങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഇവളിങ്ങനെ മാറി കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പിന്നാലെ തന്നെ പോകുന്ന ആ ഒരു ദൃശ്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാരണം ഇവരെ കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ആളുണ്ട്. അവരാണ് ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നത്. പോലീസിൽ അവരിത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളും കൊടുക്കാം കേട്ടോ. ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ ആകപ്പാട് ടെൻഷനായി. കാരണം എന്താണെന്ന് വെച്ചാൽ, റബ്ബേ, എൻ്റെ കുട്ടിയോട് ആരോ അത്ര ശത്രുത വെക്കാനുള്ളത്? റബ്ബേ, എൻ്റെ കുട്ടിയെ കൽപ്പിച്ചൂട്ടി ആരെങ്കിലും അപകടത്തിൽ പെടുത്തിയതാണോ എന്ന് തന്നെയായിരുന്നു ഉമ്മയുടെയും മനസ്സിലുണ്ടായിരുന്നത്. അല്ലാ പഠിച്ചവനെ, അല്ലാ. മോളെ, ഉമ്മൻ്റെ കുട്ടി ഒന്നുകൊണ്ടും ടെൻഷനാണ് കേട്ടോ. ഇല്ലമ്മ, ഞാൻ ഒരു നിമിഷം വിചാരിച്ചു പോയി. റബ്ബേ, എനിക്ക് ഈമാൻ കിട്ടി മരിച്ചാൽ മതിയായിരുന്നു എന്നായിരുന്നു. മോളെ, അങ്ങനെ പറയില്ലേ മോളെ. അതെ, മാതാപിതാക്കളുള്ള സമയത്ത് മക്കൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതവർക്ക് വല്ലാത്ത വിഷമായിരിക്കും, വേദനയായിരിക്കും. മോളെ, ഉമ്മ എന്നും ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്ത് ചെയ്യ, കരുതി കൂട്ടുകാരെ ഇങ്ങനെ കാട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ശരിക്കും ഇതാരാണെന്ന് അറിയുന്നതിനുള്ള ഡീറ്റെയിൽസുമായി പിന്നെ അവൻ വരുന്നു. അത് പിന്നെ സഫീർ എന്ന പേരിലുള്ള വണ്ടിയാണ് ഇടിച്ചത്. പക്ഷേ ഒരാളുടെ പേരിലുള്ള വണ്ടിയാണെങ്കിൽ കൂടിയിട്ട് അത് ഡ്രൈവ് ചെയ്യുന്ന ആളാണ് ഇതിൻ്റെ കുറ്റകൃത്യം നിർവഹിച്ചത്. പക്ഷേ സഫീർ ഇവിടെ ഇല്ല, വിദേശത്താണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പക്ഷെ അങ്ങനെയല്ല. എന്തൊക്കെ തന്നെയായാലും സ്റ്റേഷനിൽ ഒക്കെ പറയുമ്പോഴും കോടതിയിലെ വിധി കൽപ്പിക്കുമ്പോഴൊക്കെ ആരുടെ പേരിലുള്ള വണ്ടിയാണ് അതാ നോക്കുക. ആരുടെ പേരിലുള്ള വണ്ടിയാണ് അവർക്കാണ് കേസ് വരാറുള്ളത്. അല്ലാതെ ഒരിക്കൽ പോലും അത് ഓടിച്ചവർക്കും അങ്ങനെയല്ല. അങ്ങനെ അവർക്കാണ് കേസ് വരിക. എന്തായാലും മെയിലൊക്കെ ചെന്നിട്ടുണ്ടാവും. എന്നാൽ ഈ സമയം സഫീർ പെട്ടെന്ന് കോടതിയിൽ ഹാജരാകണം എന്നുള്ള നിർദ്ദേശവുമായിട്ടുള്ള മെയിലും കാര്യങ്ങളും, അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഹാജരാകണം എന്നൊക്കെ പറഞ്ഞ മെയിലൊക്കെ അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവന് നല്ല ടെൻഷനായി.
ആഷിയോട് കാര്യങ്ങൾ പറഞ്ഞു. ആഷി, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലടാ, ചെയ്തിട്ടില്ല. വളരെയധികം സേഫ്റ്റി ആയിട്ട് വണ്ടിയൊക്കെ ഞാനവിടെ ഇട്ടു. ആവശ്യക്കാർക്ക് കൊടുക്കുമെന്നല്ലാതെ ഞാൻ ഒരിക്കൽ പോലും ഒരാളുടെ വാടക പോലും വാങ്ങാറില്ല. ആർക്കെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിന് നിൽക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ വല്ലാത്തൊരു ചതിയായിപ്പോയി. എന്നാൽ അതാ അവൻ പറയുന്നു, ആഷി പറയുന്നു, ഒന്നും വിഷമിക്കണ്ട, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരകമാണ് എന്നുള്ളതും കൂടെ ഉണ്ട്. നമ്മൾ ക്ഷമിക്കുക, സാരല്ല, നമുക്ക് പോകാം, നമുക്ക് കോടതിയിൽ ഹാജരാകാം. എന്താ, ഞാൻ സാരല്ല, നമുക്ക് പോകാം. അങ്ങനെ അതാ ആഷി ഉസ്താദും കാര്യങ്ങളോട് സഫീറിനോട് പറയുന്നു. സഫീർ, വിഷമിക്കണ്ട കേട്ടോ, സാരല്ല, ഒരു കുറ്റം നമ്മൾ ചെയ്തില്ലല്ലോ, അവരങ്ങനെ ചെയ്തെന്ന് എന്ത് ചെയ്യാം. ആഷി, ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് എന്നോട് പറയാണ്, സ്വന്തം വീട്ടുകാരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. പക്ഷേ ഉമ്മയും എൻ്റെ ഇക്കാക്കയും, അവരെ എനിക്കത്ര വിശ്വാസമില്ല. കാരണം ഹാദിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് രണ്ടുപേരും. എത്ര നിമിഷങ്ങളിലെ. അതെ, പാവം ഹാദിയുടെ അവസ്ഥ. അതെ, അവളെ ഹണിമൂൺ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകും. എന്നിട്ട് എൻ്റെ ഇക്ക മറ്റുള്ള പെണ്ണുങ്ങളുമായിട്ട് അവളുടെ മുമ്പിൽ വെച്ച് സഹകരിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ. പാവം ആ പെണ്ണ് ഒരുപാട് സഹിച്ചിക്കണ്. അതെ, ചായക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പറയും, അവൾ നിൻ്റെ വേലക്കാരിയാണോ, നീ പോയിട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ, കാരണം അത്രക്കും നല്ല രീതിയിൽ അവർ ജീവിച്ചതായിരുന്നു, നല്ല രീതിയിൽ സംരക്ഷിച്ചതായിരുന്നു. എങ്കിലും എന്തപ്പോൾ ചെയ്യുക, പടച്ച റബ്ബ് അവളുടെ ജീവിതം അങ്ങനെയാക്കി തീർത്തു. പക്ഷേ ആഷി, എനിക്ക് ഉറപ്പുണ്ട് അവളുടെ ജീവിതം ഇപ്പോഴും സുരക്ഷിത തന്നെയാണ്. അവൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അവൻ്റെ അടുത്തുനിന്ന്. ഇനി എന്തൊക്കെയാവോ. എന്നാൽ ഈ സമയം അതാ ഹബീബ് ഉസ്താദ് ആഷി ഉസ്താദിന് ഒരു ഫോട്ടോ വിട്ടുകൊടുക്കുന്നു. അല്ലാ, ഹോസ്പിറ്റൽ ഫോട്ടോയോ? എന്തു പറ്റി? ആരാ ഉസ്താദേ, ആരാ ഹോസ്പിറ്റലിൽ, എന്താ പറ്റിയത് എന്നുള്ള രീതിയിൽ ആഷി ഉസ്താദിൻ്റെ മെസ്സേജ്. പെട്ടെന്ന് ഹബീബ് ഉസ്താദ് ഒരു കണ്ണുനീർത്തുള്ളിയുടെ സ്മൈൽ ഇട്ടുകൊണ്ട് പറഞ്ഞു, ഹാദിയ. ഒരു നിമിഷം ആഷി ഉസ്താദ് ഞെട്ടിത്തെറിച്ചു. റബ്ബേ, ഹാദിയയോ? എന്താ ഉസ്താദേ, എന്താ പറ്റിയത്? അത് ആഷി, ഒരു ആക്സിഡൻറ്റ് നടന്ന, ഒരു ലോറി ഇടിച്ചിട്ട് പോയി. പിന്നെ ഭാഗ്യത്തിന് കൊക്കയിലേക്ക് മറിഞ്ഞ് വീണില്ല. എന്നാലും 1-2 മറിച്ചിലും മറിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. കയ്യിനും കാലിനൊക്കെ പൊട്ടൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കട്ടോ, ദുആ ചെയ്യാൻ. നടക്കാൻ പറ്റൂല അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം ഷിഫിയാക്കി കൊടുക്കട്ടെ, എല്ലാം ശരിയാക്കി കൊടുക്കുക വേണ്ടി ദുആ ചെയ്യാൻ കേട്ടോ. എന്നാൽ ആഷി ഉസ്താദ് ആ ഒരു വാർത്ത കേട്ടപ്പോൾ പൊട്ടി കരഞ്ഞു. ഹാദി, നിനക്ക് എന്ത് പറ്റി മോളെ? അതെ, അവൾ നൽകിയ ആ ഒരു ഫോൺ നോക്കിക്കൊണ്ട് പറഞ്ഞു, റബ്ബേ, അവളെനിക്ക് സമ്മാനമായി നൽകിയാണത് ഇതൊക്കെ. റബ്ബേ, പാവം മോള്, എന്ത് ചെയ്യാം. എന്നാൽ ആഷി ഉസ്താദ് കരയുന്നത് കണ്ടപ്പോൾ അതാ അങ്ങോട്ട് സഫീർ വരുന്നു. എന്താ ആഷി, എന്താ കരയുന്നത്? എന്താ? എടാ, ലോറി ഇടിച്ചിട്ട് നമ്മൾ ഹാദിയൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട്. ഒരു നിമിഷം അവൻ ഞെട്ടിത്തെറിച്ചു. എന്ത്? അതെ, അവൾ കാറിലല്ലേ പോയിരുന്നത്? പെട്ടെന്ന് ആ ഒരു ഫോട്ടോ, ആ ഒരു നമ്പർ അവൻ്റെ ഇതിലേക്ക് വന്നു. കാര്യങ്ങൾ അവന് ഏകദേശം ഏറെക്കുറെ പിടികിട്ടി. റബ്ബേ, അപ്പോൾ എൻ്റെ വീട്ടുകാർ കരുതിക്കൂട്ടി ഹാദിയെ ആക്സിഡൻ്റ് ആക്കിയതായിരിക്കാനാണ് ചാൻസ്. അല്ലാതെ ഒരിക്കൽ പോലും തിരിച്ച് ഇടിച്ചതോ ഒന്നുമല്ല. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് പോലും നിൽക്കാതെ പിന്നാലെ വന്ന് ഇടിച്ച് തെറിപ്പിച്ചു അല്ലേ? കാര്യങ്ങൾ അവർ മനസ്സിലായി. അപ്പോൾ തന്നെ അതാ അവൻ ദേഷ്യത്തോടു കൂടി വീട്ടിലേക്ക് വിളിക്കുന്നു. ഉമ്മയുടെ ഫോണിലേക്ക് ഫോൺ ബെല്ലടിക്കുന്നു. സാധാരണ പോയ ടൈമിനൊന്നും ബെല്ലടിച്ചപ്പോൾ എടുത്തില്ല. എന്നാൽ ഉമ്മ ഇപ്പോൾ എടുത്തു. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. സലാം പോലും ശരിക്കും അടക്കുന്നില്ല ഉമ്മ. എന്താടാ അവിടെ പോയിട്ട്? ഒരു വിളി നേരെ വന്നില്ലല്ലോ. ഉമ്മ, നിങ്ങളെ ഫോണിൽ എത്ര മിസ് കോൾ ഉണ്ടെന്ന് നോക്ക്, വാട്സപ്പിൽ എത്ര മെസ്സേജ് ഉണ്ടെന്ന് നോക്ക്.
ഇക്കയുടെ ഫോണിലുണ്ട് നോക്കി, ആരും എന്നെ മെയിൻറ്റ് ചെയ്തില്ലല്ലോ. നീ അങ്ങനെ ഇറങ്ങിപ്പോയതല്ലേ, അതിനൊക്കെ മെയിൻറ്റ് ചെയ്യാൻ നിന്നപ്പോൾ അതിനേ നേരം ഉണ്ടാവുള്ളൂ. ഇജ്ജ് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ നടന്നോ, വേറുള്ളവരെ, പെരക്കാരൊപ്പം നിൽക്കണ്ട. ഉമ്മ, നിങ്ങൾ കണ്ണ് ചോരയില്ലാത്ത സംസാരം ഇല്ലടാ, എനിക്ക് കണ്ണ് ചോര ഒന്നുമില്ല, ഞാനും മണ്ടത്തിയാണ്. ഉമ്മ അങ്ങനെയല്ല ഉമ്മ, എൻ്റെ ഫോണിലേക്കൊരു മെയിൽ വന്നിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വാഹനം മറ്റൊരു വാഹനത്തെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ഉമ്മ ഇത്? എൻ്റെ വാഹനം, എൻ്റെ പേരിലുള്ള 4 വാഹനങ്ങളാണ് അവിടെ ഉള്ളത്. അതിലുള്ള ആ ഒരു ലോറിയാണ് ഞാൻ ആർക്കെങ്കിലൊക്കെ ഹെൽപ്പിന് വേണ്ടിയിട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വെച്ചതായിരുന്നു. അതാരും എടുത്തുകൊണ്ട് പോയത്? അതോ, എനിക്കറിയില്ലേ. അതിപ്പോൾ ആരാ, എൻ്റെ കൂട്ടുകാരെങ്കിലും എടുത്തുകൊണ്ടിട്ടുണ്ടാവും. ഇജോന്നല്ലേ ഓൽക്ക് കൊടുത്തിൻ്റെത്? ഒരിക്കൽ പോലും ഉമ്മ വേറൊന്നും പറഞ്ഞില്ല, അതാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഇവിടെ അറിയന്നെ വേണ്ട. എൻ്റെ പേരിലുള്ള വണ്ടിയാകുമ്പോൾ അനക്കാണ് കേസ് വരിക. അത് ഇജാണ്ട് പൂർത്തീകരിച്ചോ. അല്ലാതെ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ വണ്ടീൻ്റെ കേസ് ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോനെ. അതും പറഞ്ഞ് ഉമ്മ ഫോൺ കട്ട് ചെയ്തു. അവന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അല്ല, പെറ്റ ഉമ്മയാണല്ലേ അല്ലേ അത്. എന്നാൽ ഈ സമയം അതാ അപ്പോൾ തന്നെ അവൻ നേരെ ഇക്കാക്കാക്ക് വിളിക്കുന്നു, ജസീറിനെ. ജസീർ ഫോൺ എടുത്തില്ല. വീണ്ടും വിളിച്ചു, എടുത്തില്ല. കരുതി കൂട്ടിക്കൊണ്ട് തന്നെയാണ്. അതെ, കേസ് അവനക്ക് പോയിട്ടുണ്ടാവും. അവന് പോകണം കേസ്. അവന് കേസ് പോയിട്ട് അവന് ലോക്കപ്പിൽ കിടന്ന് നല്ലോണം കിട്ടണം. അവന് ജയിലിൽ കിടക്കണം. അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ പെണ്ണിൻ്റെ ജീവൻ കളയാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ കയ്യും കാലെങ്കിലും ഒടിയാതിരിക്കൂല. ആ രീതിയിൽ മറച്ചിൽ മറന്നിട്ടുണ്ടാവും. എന്തൊക്കെയാവോ, എനിക്കൊന്നും അറിയില്ല. ഞാൻ കണക്കിന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ ദിവസമായി ഒരു കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടിപ്പോൾ ഓളത് സമ്മതിക്കാതെ ഓൾ വാശിക്ക് നിന്നു. അഹങ്കാരി, അവൾക്ക് അത് തന്നെ വേണം. എനിക്കൊന്നും അറിയില്ല. ഞാനിവിടെ സ്വസ്ഥ സമാധാനമായി ഇവിടെ നിൽക്കും. കേസ് മുഴുവൻ അവന് പോട്ടെ. എന്താണെന്നില്ല, കുറച്ചുകൂടി കേസ് അങ്ങനെ ഉണ്ടാക്കണം. അവൻ്റെ വാഹനങ്ങളെടുത്ത് കുത്തിച്ചിട്ട് പലരെയും ആക്സിഡൻ്റ് ആക്കിയിട്ട് അവൻ അങ്ങനെ അവിടെ ഉദയൻ പഠിക്കാൻ പോയതാണത്രേ. പിന്നെ വീണ്ടും അതാ ഫോൺ അവൻ ബെല്ലടിക്കുന്നു. വല്ലാത്ത ശല്യം. പറയതാരാ? ഇക്കക്ക, ഇത് ഞാനാണ് സഫീർ. എൻ്റെ നമ്പറൊക്കെ മറന്നോ? സ്വന്തം കുടുംബങ്ങളെ വിട്ടു പോകുമ്പോഴേ ഒന്ന് ഓർക്കണമായിരുന്നു. എന്താ കാര്യം എന്നാവോ? എന്താ വിളിച്ചത്? ആവശ്യമില്ല, നീ വിളിക്കൂലല്ലോ. ഇക്കാക്ക, എൻ്റെ ഫോണിലേക്കൊരു മെയിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വണ്ടി മറ്റൊരു വണ്ടി ഇടിച്ച് ആക്സിഡൻ്റ് ആയിട്ട് പറ്റിയിട്ട് ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ഇക്കൊക്കെ, ഏത് വണ്ടിയാണെന്ന് പോലും എനിക്കറിയാം. പക്ഷേ ലോറിയാണെന്നാണ് പറഞ്ഞത്. ഈ ലോറി ആരാ എടുത്തു കൊണ്ടുപോയത്? നിൻ്റെ കൂട്ടുകാരുണ്ടല്ലോ കുറച്ച്, എണ്ണം കെട്ട കുറച്ച് ആളുകൾ, അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. അവരാരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും. ഞാൻ എടുത്തിട്ടില്ല. ജസീർ കല്ല് വെച്ച നുണ പറഞ്ഞു. ശരിക്കും സഫീർ ഞെട്ടിപ്പോയി. ഇല്ല, അവരാരും എടുക്കൂല. എന്നാൽ ആ നിമിഷം തന്നെ സഫീർ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്ക് വിട്ടു. എടാ, എൻ്റെ പേരിലുള്ള വണ്ടി മറ്റൊരു വണ്ടി ഇടിച്ച് ആക്സിഡൻ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ യാത്ര ചെയ്ത ആൾക്കും പരിക്കുണ്ട്. അത് എൻ്റെ ഒരു വിദ്യാർത്ഥി കൂടി ആയിരുന്നുടാ. സത്യമായിട്ടും നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ അതിനെക്കുറിച്ച്? എന്താ സഫീർ, നീ നിൻ്റെ വണ്ടിയൊക്കെ അവിടെ നിൻ്റെ ഗോഡൗൺ തന്നെ അവിടെ പൂട്ടിയിട്ട് പോരല്ലേ? ഞങ്ങളാരും എടുക്കാറ് തന്നെ ഇല്ല. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അന്ന് നീ ഉള്ളപ്പോൾ നമ്മൾ അങ്ങോട്ട് എന്തിനോ പോയെന്നല്ലാതെ ഞങ്ങളൊരിക്കലും അതിനെക്കുറിച്ച്. എടാ, എൻ്റെ ജ്യേഷ്ഠനല്ലേ വണ്ടി കൊണ്ട് പോയിരുന്നത്. എന്തായിരുന്നു പോക്ക്, ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഇർഷാദ് അത് പറഞ്ഞു. ഒരു നിമിഷം അവൻ്റെ കൈകാലുകൾ കുഴഞ്ഞു പോയി. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ജസീർ തന്നെയാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത്. അതെ, ഹാദിയയെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ്റെ പ്ലാനിങ് അല്ലേ? ഏതായാലും എൻ്റെ ജ്യേഷ്ഠ ജസീർക്ക, നിങ്ങൾ ഇത്രമാത്രം അതമ്പതിച്ച് പോയല്ലോ. ഒരു നിമിഷം അവൻ പൊട്ടിക്കരഞ്ഞു. അത് സ്വന്തം വീട്ടുകാർ ചെയ്ത കുറ്റത്തിന് അവർ തല ഒഴിഞ്ഞു. എന്നിട്ട് നിൻ്റെ കൂട്ടുകാരൻ കൊണ്ടുപോയി എന്ന പേരിൽ ഇർഷാദ് അത് കണ്ടത് കൊണ്ട് സാക്ഷിയായി. അതല്ല എങ്കിൽ ഇനിയിപ്പോൾ അവനെ ക്യാഷ് കൊടുത്ത് ഒതുക്കുമോ എന്തോ അറിയില്ല. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല. ഒറ്റൊന്നിനെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നാൽ ഈ സമയം ജസീറിൻ്റെ മനസ്സിൽ അതെ, ഞാൻ കൊണ്ടുപോയിട്ട് അവൻ്റെ ഫ്രണ്ടാണ് കൊണ്ടുപോയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്നെ കണ്ട ഇർഷാദെങ്ങാനും ഒരു പക്ഷേ അത് മൊഴി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പണം എറിഞ്ഞ് കളിക്കും. അവനെപ്പോലല്ല, ഞാൻ പണം എറിഞ്ഞിട്ട് കേസങ്ങ് ഒതുക്കും.
അവൻ്റെ ദുഷ്ടചിന്തകൾ വീണ്ടും അതാ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. പാവം ഹാദിയ, അവൾ ആ ആശുപത്രി കിടക്കയിൽ അങ്ങനെ കിടക്കാണ്. കൈയിൻ്റെയും കാലിൻ്റെയും ബലമെല്ലാം നഷ്ടപ്പെട്ട് പാവം അവൾ എത്ര ക്യാഷ് പൊട്ടിച്ചാലും അറിയില്ല അത് എന്തായി തീരും എന്നുള്ളത്. ഡോക്ടർമാർ എന്നാലും സംസാരിക്കുന്നുണ്ട്, ബുദ്ധിക്ക് കുഴപ്പമില്ല, അതുതന്നെയാണ് വലിയൊരു മെച്ചം. എന്നാലും ഉമ്മ പറഞ്ഞു, പൊന്നു മോളെ, ഉമ്മാൻ്റെ കുട്ടിയെ കാണാനെങ്കിലും ഉമ്മാൻ്റെ കുട്ടീൻ്റെ കൂടെ വേണം കേട്ടോ. ആ ഉപ്പയും കരയുകയായിരുന്നു. കാണാലോ, നിങ്ങളെ കാണുമെങ്കിലും ചെയ്യാലോ. ആ ഉമ്മയും ഉപ്പയും വിതുമ്പുകയായിരുന്നു. അല്ല, ഒന്നുമില്ലാത്ത കുട്ടിയായിരുന്നു. അസുഖമായിട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ, ഇതൊന്നുമില്ലാത്ത കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തിൻ്റെ കേടാ റബ്ബേ. അള്ളാഹുവേ, ആരെന്തൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അവർക്ക് നീ തക്കതായ ശിക്ഷ കൊടുക്കുക റഹ്മാനെ. അള്ളാഹുവേ, ഒരു നിമിഷം ആ ഉമ്മയും ഉപ്പയും ദുആ ചെയ്തു. എന്നാൽ സഫീർ ഗൾഫിൽ ആകെപ്പാടെ ടെൻഷനിലാണ്. അതെ, എൻ്റെ വീട്ടുകാരാണ് ഹാദിയയെ അങ്ങനെ ചെയ്തത്. എന്നിട്ട് അവരത് മറച്ച് കേസ് വേറെ രീതിയിൽ അഴിച്ചുവിടാൻ നോക്കുകയാണ്. പഠിച്ചോനെ റബ്ബേ, നീ ഉണ്ടല്ലോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. എന്തായിത്തീരും അവൻ്റെ കേസ്? അതെ, ഇർഷാദിൻ്റെ വാക്ക് മാറുമോ? ഒരു പക്ഷേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയായിരിക്കും, എനിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട അവസ്ഥയായിരിക്കും. അതൊന്നും കുഴപ്പമില്ല, ഹാദിയുടെ അസുഖം മാറട്ടെ, അവൾക്ക് വയ്യായ്ക ഉള്ളതൊന്ന് മാറട്ടെ. പഠിച്ചോനെ, അത് മാത്രമേ ഉള്ളൂ. എന്തിനും ഞാൻ തയ്യാറാണ്, ഞാൻ എത്രയും ജയിലിൽ കിടക്കാൻ തയ്യാറാണ്, ഞാൻ ഏത് കേസിനും പോകാനും പൈസ മുടക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ പാവം ആ പെണ്ണ്, അവൾ രക്ഷപ്പെടണം, അത് മാത്രമായിരുന്നു സഫീറിൻ്റെ ചിന്ത. ആഷിയുടെ മനസ്സിലും അത് മാത്രമായിരുന്നു. പാവം മോള് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ റബ്ബേ. അല്ലാ, എല്ലാം കേട്ടിട്ട് വല്ലാത്തൊരു സങ്കടം. ജസീർ പറഞ്ഞ കാര്യം വിജയിക്കുമോ അതോ സഫീറിൻ്റെ ഭാഗം വിജയിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.